അവരുടെ ഒപ്പീനിയൻ അവരുടെ ഇഷ്ടം. നമ്മൾ വിജയ് ഫാൻസ് ആയതുകൊണ്ട് കുറച്ച് ബയസ്ഡും ആവാം. ബയസ്ഡ് അല്ലാത്തവരുടെ ഒപ്പീനിയൻ അങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. മങ്കാത്ത വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ വേറെ ലെവൽ പടം. ഇളയ തളപതി എ ക്ലാസ് സൈക്കോ, സൂപ്പർ, നന്നായിട്ടുണ്ട്. പിന്നെ ഇവർ ഇത്ര ഡിഗ്രേഡ് അത്ര മോശമല്ല പടം, സൂപ്പർ, നല്ല സെറ്റ് പടം. പുള്ളിക്കാരൻ സിനിമ വിട്ട് പോകുന്നുണ്ടല്ലോ, അടുത്ത ലാസ്റ്റ് ഇനി പടവും കൂടെ കാണും, എന്തായാലും കാണും. വിജയ് ഫാൻസിന് കാണാൻ പറ്റിയ എല്ലാം ഉണ്ട്. ഞാൻ വിജയ് ഫാനാണ്, എന്നാലും അല്ലെങ്കിലും വന്ന് കാണുമ്പോൾ തോന്നൂല. എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ ഇങ്ങനെ സാറിനെ കാണാൻ പോകാറുണ്ട്. എനിക്ക് നെഗറ്റീവ് പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. കൊള്ളാം, അടിപൊളിയാണ്. നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല, എങ്കിലും കൊള്ളാം. വിജയ് എങ്ങനെയുണ്ട്? വിജയ് സെറ്റാണ്. പടം നമ്മൾ കാണുന്നതിൽ വലിയ വിഷയമൊന്നുമില്ല. നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഞാൻ ശരിക്കും വിജയെ കാണാൻ വേണ്ടി പോകുന്നതാണ്. നമുക്കെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ സിനിമ വിട്ട് പോകുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അടുത്ത ലാസ്റ്റ് ഇനി പടവും കൂടെ കാണും, എന്തായാലും കാണും. വിജയ് ഫാൻസിന് കാണാൻ പറ്റിയ എല്ലാം ഉണ്ട്. വലിയ കുഴപ്പമൊന്നും തോന്നില്ല. വിജയ് എങ്ങനെയുണ്ട്? വിജയ് കൊള്ളാം, രസമുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. വിജയിൻ്റെ ഒരു എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. ഓവറോൾ കൊള്ളാം, രസമുണ്ട്. നെഗറ്റീവ് എന്ന് പറയാൻ അങ്ങനെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം. എനിക്ക് പക്ഷേ നെഗറ്റീവായിട്ട് അങ്ങനെ തോന്നിയില്ല, കൊള്ളായിരുന്നു. എനിക്ക് തന്നെ തോന്നിയില്ല. എൻ്റെ പേഴ്സണലി എനിക്ക് പറയാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാവർക്കും പല ഒപ്പീനിയൻ ഉണ്ടാവും. എനിക്ക് അത് ആവറേജ് ആയിട്ട് കൊള്ളാം, രസമുണ്ടായിരുന്നു. ഒരു വൺ ടൈം വാച്ചബിൾ ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അതിന് കൂടുതലൊന്നും ഇല്ല. അതെ, ഫസ്റ്റ് ടൈമാണ്. 3 മണിക്കൂർ ഡ്യൂറേഷൻ വേണ്ടായിരുന്നു. ലാഗ് ചെറുതായിട്ടുണ്ടായിരുന്നു, മീൻസ് ഒരുപാട് ലാഗല്ല, ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ വെങ്കട് പ്രഭുവിൻ്റെ ഒരു എലിവേറ്റ് ചെയ്ത് കുറച്ച് കുറവായ പോലെ തോന്നി. ബാക്കിയെല്ലാം കൊള്ളാം, രസമുണ്ട്. മങ്കാത്ത വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ വേറെ ലെവൽ പടം. ഇത് കൊള്ളാം, വലിയ കുഴപ്പമില്ല, രസമുണ്ട്. വിജയ് കൊള്ളായിരുന്നു, രസമുണ്ടായിരുന്നു. വിജയ് ആസ് യൂഷ്വൽ ഇതുപോലെ എല്ലാം ഉണ്ടായിരുന്നു. നൈസായിരുന്നു, കൊള്ളാം. വിജയ് ഫാൻസിന് ഇഷ്ടപ്പെടും. അല്ലാതെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കണ്ടിരിക്കാം. അത്ര തോന്നിയില്ല. ഞാൻ വിജയ് ഫാനാണ്, എന്നാലും അല്ലെങ്കിലും വന്ന് കാണുമ്പോൾ തോന്നൂല. ഇല്ല, അതൊന്നും തോന്നിയില്ല. ഫാൻസിനും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. മ്യൂസിക്കിൻ്റെ ചെറിയൊരിതുണ്ട്, BGM, പിന്നെ ഡയറക്ഷൻ്റെ ചെറിയൊരു സ്ക്രീൻ പ്ലേൻ്റെ പ്രശ്നമുണ്ട്. ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്, കുഴപ്പമില്ല. എനിക്ക് വലിയ ലാഗും കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ വിജയ് ഫാനും കൂടെ ആയതുകൊണ്ട് റെഫറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്മൂത്തായിട്ട് പോയി. ചേട്ടാ ചുമ്മാ ഡീഗ്രേഡിങ് പടം കൊള്ളാം, അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഇവർ ഇത്ര ഡീഗ്രേഡ് അത്ര മോശമല്ല പടം, സൂപ്പർ, നല്ല സെറ്റ് പടം. ഡീഗ്രേഡ് ചെയ്യണന്മാരോട് അവർ കണ്ട് അവരെ അഭിപ്രായമല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് അവരെ ബേസിക്ക് അവർ കണ്ട് അവരെ അഭിപ്രായം പറയുന്നു. അത്ര മോശമെന്ന് പറയാനൊന്നുമില്ല, അത്യാവശ്യം നല്ല കിടില രീതിയിൽ തന്നെ സിനിമ എടുത്തിട്ടുണ്ട്. ഇവർ മറ്റേ പ്രതീക്ഷ ടൈം ട്രാവലിംഗ് ഒന്നുമില്ല. അല്ലാതെ തന്നെ സിനിമ മറ്റേ ഇളയ തളപതി എ ക്ലാസ് സൈക്കോ, സൂപ്പർ, നന്നായിട്ടുണ്ട്. 3 മണിക്കൂർ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ആദ്യം കുറച്ച് ലാഗ്, ഇത് സിനിമയിലെ പോരായ്മ പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് സൂപ്പർ. പിന്നെ ഈ പാട്ട് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊന്നും കറക്റ്റ് പ്ലേസിലല്ല പാട്ട് വെച്ചിരിക്കുന്നത്. ഒരു പാട്ടിന് വേണ്ടി സിനിമയിലെ കുറച്ച് ഭാഗം ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് വെച്ചിരുന്നു. മെയിൻ സീൻസിന് മൊത്തത്തിൽ വിജയ് കിടില്ല. വിജയ് എങ്ങനെയാണോ ആദ്യം തന്നെ സംഭവം നമുക്ക് കൊള്ളായിരുന്നു, നല്ല സിനിമ. വേറൊന്നും പറയില്ല, അവൻ പറഞ്ഞ തന്നെ ഏകദേശം ഇതില്ല, മൊത്തം കൊള്ളായിരുന്നു. ഇവൻ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആവശ്യത്തിന് കൊള്ളായിരുന്നു പടം. അത്ര മോശം പറയുന്ന അത്ര മോശമൊന്നുമല്ല. വിജയ് അഭിനയിക്കേണ്ട അത്ര അഭിനയിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ലാത്ത പടമാണ്. 3 മണിക്കൂർ ബോറില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ലൈക്ക് അത്ര ലോജിക്കലല്ലെങ്കിലും ആവശ്യത്തിന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രസകരമായ പടമാണ്. അത് അവരുടെ ഒപ്പീനിയൻ അല്ലേ, നമുക്കായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ ഒപ്പീനിയൻ അവരുടെ ഇഷ്ടം. അത് പിന്നെ നമ്മൾ വിജയ് ഫാൻസ് ആയതുകൊണ്ട് കുറച്ച് ബയസ്ഡും ആവാം. അതുകൊണ്ട് പിന്നെ ബയസ്ഡ് അല്ലാത്തവരുടെ ഒപ്പീനിയൻ അങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഓരോരുത്തരുടെ ഇഷ്ടം, അതങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ.